റോയിട്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഒരു വാർത്ത വന്നു. അതായത് അമേരിക്കയുമായിട്ടുള്ള ദ്രുതഗതിയിലുള്ള വ്യാപാര കരാറ് ഇന്ത്യ നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് റോയിട്ടേഴ്സിൽ ഈ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയും അമേരിക്കയും ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. മികച്ച ഒരു കരാറിനായിട്ട് ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും തൽക്കാലം അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു എന്നുമുള്ള വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതവും തെറ്റും ആണ് എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലാണ് ആദ്യം പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ US അംബാസിഡർ ആയിട്ടുള്ള സെർജിയോ ഗോർ ഈ വാർത്തയെ തള്ളി പറഞ്ഞു. ഫേക്ക് ന്യൂസ് അലേർട്ട് എന്ന് പറഞ്ഞ് വാർത്തയുടെ സ്ക്രീൻഷോട്ടും അത് പ്രസിദ്ധീകരിച്ച മാധ്യമത്തിന്റെ പേരുമടക്കം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം ശക്തമായി പ്രതികരിച്ചത്. ഇതൊരു വ്യാജ വാർത്തയാണ് എന്നാണ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ആരും ഒരു കരാറും നിരസിച്ചിട്ടില്ല എന്നും ചർച്ചകൾ വളരെ സജീവമായും ഫലപ്രദമായും മുന്നോട്ട് പോവുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്ത നൽകിയ അന്താരാഷ്ട്ര ഏജൻസിയായ റോയിട്ടേഴ്സിനെ ടാഗ് ചെയ്തുകൊണ്ട് റോയിട്ടേഴ്സ് നിങ്ങൾക്ക് ഇതിലും നന്നായി വാർത്തകൾ ചെയ്യാം എന്ന് US അംബാസിഡർ എക്സിൽ പരിഹസിക്കുകയും ചെയ്തു. റോയിട്ടേഴ്സിന്റെ പ്രശ്നം അമേരിക്ക അല്ല എന്ന് വ്യക്തമാണ്, ഇന്ത്യയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഉണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ വളരുന്നത് അവർക്ക് താല്പര്യമില്ല. ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നത് അവർക്ക് താല്പര്യമില്ല. തരം കിട്ടുമ്പോഴെല്ലാം നമ്മളെ തള്ളി പറയാനും തരം താഴ്ത്താനും മോശമായി ചിത്രീകരിക്കാനും മടിയില്ലാത്ത നാണം കെട്ട മാധ്യമങ്ങളിൽ ഒന്നാണ് റോയിട്ടേഴ്സ്. ഇത് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതുമാണ്. ഇവരുടെ ചരിത്രമെടുത്താൽ 1851 മറ്റോ ആണ് ഈ ഒരു മാധ്യമം തുടങ്ങുന്നത്. കാലങ്ങളിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സമീപത്തുള്ള ഒരു ചെറിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ വലിയ ഒരു മാധ്യമ കമ്പനിയായിട്ട് വളർന്നിരിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ ഭയങ്കര സത്യസന്ധതയും അങ്ങ് നന്മയും ചൊരിഞ്ഞൊഴുകുന്നതാണ് എന്നൊന്നും കരുതരുത്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനികളും കൊള്ളരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും കൂടിയാണ്. എല്ലാ മാധ്യമങ്ങളും അല്ല കേട്ടോ, ഇങ്ങനെയുള്ള കൂട്ടരുമുണ്ട്. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല. 2020 UK ഗവൺമെന്റ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം 1960കളിലും 70കളിലും ശീതയുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ രഹസ്യ വിഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ റിസർച്ച് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് റോയിട്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രഹസ്യ ഡിപ്പാർട്ട്മെന്റ് റോയിട്ടേഴ്സിന് ധനസഹായം നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനെതിരെയുള്ള ആഗോള പ്രചാരണങ്ങൾക്കും പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വാർത്തകൾ നൽകാനുമായിരുന്നു അന്ന് സർക്കാർ റോയിട്ടേഴ്സിനെ രഹസ്യമായിട്ട് ഉപയോഗിച്ചത്. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ പൈസ കിട്ടിയാൽ ഏത് തരം വാർത്തകൾ കൊടുക്കാനും ഇവരൊക്കെ തയ്യാറാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ആധുനിക കാലത്ത് ആരോപണങ്ങൾ ഇല്ല എന്നാണോ? ഇന്നും ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള വാർത്താ ഏജൻസി ആയതുകൊണ്ട് തന്നെ അമേരിക്കയിലെയും യൂറോപ്പിലെയും വൻകിട ഭരണകൂടങ്ങളുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് ഇവർ വാർത്തകൾ നൽകുന്നത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ വിമർശകരും ആരോപിക്കാറുണ്ട്. വൻകിട കോർപ്പറേറ്റുകളുടെയും എസ്റ്റാബ്ലിഷ്മെന്റുകളുടെയും അജണ്ടകൾ നടപ്പിലാക്കുന്ന മാധ്യമങ്ങളിൽ ഒന്നായിട്ടാണ് ഈ തറ മാധ്യമത്തെ ഇന്ന് പലരും കാണുന്നത്. ഇത് ഒരു മൂന്നാംകിട കോർപ്പറേറ്റ് സ്ഥാപനമാണ്. വാർത്തകളിൽ പൂർണ്ണമായ നിഷ്പക്ഷതയോ സുതാര്യതയോ ഒന്നുമില്ലാത്ത ഒരു മാധ്യമം. ഇവര് കുറെ തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാണിക്കുന്നതാണെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരവുമാണ്. ഡീപ് സ്റ്റേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമമാണിത് എന്ന ആക്ഷേപം പോലുമുണ്ട്. ഡീപ് സ്റ്റേറ്റിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരുമാണെന്ന ആക്ഷേപമുണ്ട്. വിദേശ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റോയിട്ടേഴ്സ് പോലെയുള്ള പാശ്ചാത്യ വാർത്താ ഏജൻസികൾ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് പലപ്പോഴും തെറ്റായ വാർത്തകൾ നൽകുന്നുണ്ട്. ഇത് നമ്മൾ ഇതിനു മുൻപേയും നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ആസ്ഥാനം ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലെയുള്ള പാശ്ചാത്യ നഗരങ്ങളാണ്. അവിടെയുള്ള എഡിറ്റർമാരുടെയും ലേഖകരുടെയും ലോകവീക്ഷണം പലപ്പോഴും പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യം, പ്രതിസന്ധികൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇവർ സ്വന്തം രാജ്യത്തെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ പ്രത്യേക വിരുത് കാണിക്കുന്നവരുമാണ്. ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി സ്വതന്ത്രമായ വിദേശ നയം സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് അല്ലെങ്കിൽ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിപണി സംരക്ഷിക്കുന്നത്, ഇതെല്ലാം ഇത്തരം മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ തിരിയുന്ന മാധ്യമങ്ങളാണിവർ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ആഗോള സ്വാധീനവും ഒട്ടും ദഹിക്കാത്ത ഈ മാധ്യമങ്ങൾ അതിനെ ചെറുതായി കാണാനുള്ള ഒരു ശ്രമവും പാഴാക്കാറില്ല. നെഗറ്റീവ് വാർത്തകൾക്ക് എപ്പോഴും വായനക്കാരും ചർച്ചകളും കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ
ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹിക വിള്ളലുകൾ എന്നിവയെ വലുതാക്കി കാണിക്കുന്നത് വഴി വലിയ ശ്രദ്ധ നേടാൻ ഈ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇപ്പോൾ ഈ തെറ്റായ വാർത്ത കൊടുത്തതും ഇന്ത്യയിലെ മാർക്കറ്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചകളിൽ നിന്ന് ഇന്ത്യ പിന്മാറി എന്ന തരത്തിൽ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ബാധിക്കും, വിപണിയെ ബാധിക്കുമെന്ന് അറിയാത്തവരൊന്നുമല്ല ഈ കമ്പനി അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനം. ഇനി ഇവരുടെ ചരിത്രത്തിനെ കുറിച്ച് ഞാൻ ചെറിയ ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ജർമ്മനിയിൽ ജനിച്ച പോൾ ജൂലിയസ് എന്ന് പറയുന്ന പ്രവാസി വ്യവസായി 1851 ലണ്ടനിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുക എന്നതായിരുന്നു. അതായത് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് മുൻപ് ബെൽജിയത്തിലെ ബ്രസൽസിനും ജർമ്മനിയിലെ ആർക്കനും ഇടയിൽ ഓഹരി വിപണിയിലെ വില വിവരങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ സന്ദേശവാഹകരായ പ്രാവുകളെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. പിന്നീട് കടലിനടിയിലുള്ള ടെലിഗ്രാഫ് കേബിളുകൾ വന്നതോടെ ലണ്ടൻ, പാരീസ് വിപണി വിവരങ്ങൾ കൈമാറിക്കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ഓഹരി വിപണിയെയും ഒക്കെ പലതരത്തിൽ സ്വാധീനിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നാണിത്. തെറ്റായ വാർത്തകൾ കൊടുത്തുകൊണ്ട് പല രാജ്യങ്ങളെയും കമ്പനികളെയും തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഇവരെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ അടിസ്ഥാനരഹിതമായ വാർത്തയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച് ഇന്ത്യയും അമേരിക്കയും വരെ എത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ഇപ്പോഴും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി പൂർണ്ണമായി ലയിച്ചു ചേർന്നിട്ടില്ല എന്നതുകൂടിയാണ്. ഇവിടെ സെർജിയോ ഗോർ തന്നെ ഇവരെ ട്രോളിക്കൊണ്ട് ഇവരുടെ വാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കിയതിലൂടെ അതുകൂടിയാണ് വ്യക്തമാവുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോഴും ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനും സെർജിയോ ഗോറും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡീലൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ തെളിയുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.